ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് 2026 വ്യാഴമാറ്റത്തെ പറ്റിയാണ്. വ്യാഴമാറ്റം സംഭവിക്കുന്നതിന് കുറച്ച് സമയം കൂടി മുന്നോട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് പ്രധാന കാരണം ഒരു 7 രാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. പലർക്കും ഇനി ജീവിതം മുന്നോട്ട് നമുക്കൊരു നല്ല കാലമില്ല, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കൊന്നും മാറ്റമില്ല എന്നുള്ള ഒരു ധാരണയും, അതുപോലെ ഒരുപാട് നിരാശയിലുമൊക്കെ കടന്നു പോകുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സ്ഥിരമല്ല, സ്ഥായിയല്ല, ശാശ്വതമായിട്ടുള്ള ഒന്നല്ല. അതിന് മാറ്റമുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിലും ഒരു നല്ല കാലഘട്ടം ആരംഭിക്കും എന്ന് മനസ്സിലാക്കി തരുവാനും, നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസത്തോടെ, ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കുവാനുള്ള ഒരു അവസരം ഈശ്വരൻ നൽകും എന്നുള്ളതിനെപ്പറ്റി ഒരു ബോധ്യം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു വ്യാഴമാറ്റം സംഭവിക്കുന്ന കാലഘട്ടം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ, യോഗഫലങ്ങളൊക്കെ ലഭിക്കും. ഇപ്പോൾ വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു. വ്യാഴം കർക്കിടകം രാശിയിലേക്കാണ് രാശി മാറുന്നത്. കർക്കിടകം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്. വ്യാഴം ഏറ്റവും ബലവാനാകുന്ന രാശി. ഈ 2026 വ്യാഴമാറ്റം ഒരു 12 രാശികളിൽ ഉൾപ്പെടുന്ന 7 രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ അത്രമേൽ വലിയ മാറ്റം, നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നു എന്ന് പറയുന്നത് പോലെ അത്ഭുതകരമായ മാറ്റങ്ങൾ, യോഗഫലങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും ഈ ഒരു സമയം അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഏറ്റവും ഉചിതമാണ്. നിങ്ങളുടെ ജാതകപ്രകാരം ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വ്യാഴ മഹാദശ നടക്കുന്നവരുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരമാണോ നടക്കുന്നത്, വ്യാഴം ശുഭനാണോ പാപനാണോ എന്നൊക്കെ അറിഞ്ഞിരിക്കണം. പലരും യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മൾ രാശിയിൽ എത്ര വലിയ ഗുണം പറഞ്ഞാലും ദോഷം പറഞ്ഞാലും നമ്മുടെ ജനന ജാതകപ്രകാരം നടക്കുന്ന ദശാകാലങ്ങൾ കൂടി പരിഗണിക്കുമ്പോഴാണ് എത്രത്തോളം ആ ഗുണഫലങ്ങൾ നമുക്ക് ധാരാളമായി ലഭിക്കും, ദോഷഫലങ്ങൾ എത്രത്തോളം കുറയും എന്നൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആഗ്രഹമുള്ള വ്യക്തികൾക്ക് അവരവരുടെ ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാം. ഈ 2026 വ്യാഴമാറ്റം ഒരു 7 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ജീവിതത്തിൽ അത്രമേൽ വലിയ മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, നന്മകൾ, നേട്ടങ്ങളാണ് ലഭിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ വ്യാഴമാറ്റത്തോടുകൂടി വിട്ടുമാറും. ഇനി നമുക്ക് ഏതൊക്കെ രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകർക്കാണ് വ്യാഴമാറ്റം ഏറ്റവും അത്യുത്തമമായ ഫലം നൽകുന്നത് എന്ന് നോക്കാം. മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വ്യാഴമാറ്റം നിങ്ങൾക്ക് അത്യുത്തമമായിട്ടുള്ള ഫലങ്ങളാണ് നൽകുന്നത്. പൊതുവേ മേടം രാശിക്കാരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. മനസ്സിനൊരു സമാധാനം, സുഖം, സന്തോഷം, സ്വസ്ഥതയില്ല എന്ന് പറയുന്നതാകും പൂർണ്ണമായിട്ടും ശരി. മനസ്സിനെ അലട്ടുന്നതും ആശയക്കുഴപ്പത്തിലാക്കുന്നതുമായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഓരോരുത്തർക്കും വന്നുകൊണ്ടിരിക്കുന്നത്. ചിലർക്ക് അവർ ചെയ്യുന്ന ജോലി, തൊഴിലിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെട്ട അവസ്ഥ, അനാവശ്യമായി വന്നു ചേർന്ന പാഴ്ചിലവുകൾ, 10 രൂപ വരുമാനമുള്ളവർക്കും അതിന് ഇരട്ടി ചിലവാകുന്ന അവസ്ഥ, ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, അതുമൂലം ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പലതരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെയാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മേടം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഏതെങ്കിലും വ്യക്തികൾ ഈ സമയത്ത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് അവരവരുടെ ജനന ജാതക പ്രകാരം ഒരു നല്ല ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് മാത്രമാണ്. അല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച് പലർക്കും ഈ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെയുണ്ട്. അപ്രതീക്ഷിതമായിട്ട് അനുഭവത്തിൽ വന്ന സാമ്പത്തിക പ്രയാസങ്ങൾ, കടബാധ്യതകൾ, അങ്ങനെ കുടുംബത്തിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, പലരെ സംബന്ധിച്ച് സ്വന്തം ബന്ധങ്ങൾ, സഹോദരങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള അപ്രതീക്ഷിതമായ അഭിപ്രായ വ്യത്യാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ദാമ്പത്യ കുടുംബജീവിതത്തിലും ചില വ്യക്തികൾക്കൊക്കെ അപ്രതീക്ഷിതമായ പല പ്രശ്നങ്ങളൊക്കെ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും അത്രമേൽ അലച്ചിലുകൾ, പാഴ്ചിലവുകൾ, ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്ന ഒരു അവസ്ഥയാണ്. ഈ കഴിഞ്ഞ സമയം കൊണ്ടൊക്കെ പലരും ഒരു ഗൃഹനിർമ്മാണത്തിനൊക്കെ ഇറങ്ങിത്തിരിച്ച് അതൊന്നും പൂർത്തീകരിക്കാനാകാതെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന അവസ്ഥ, അങ്ങനെ ഭൂമി, ഗൃഹം സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ,
സാമ്പത്തികമായിട്ടുള്ള പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തികളാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇതിനൊക്കെ ഒരു നല്ല മാറ്റം, നല്ല ഗുണഫലം ഈ ഒരു വ്യാഴമാറ്റത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും അതിലൊക്കെ അത്രമേൽ വലിയ മാറ്റങ്ങൾ, ഗുണഫലങ്ങളാണ് ലഭിക്കുന്നത്. പലരെയും സംബന്ധിച്ച് ചെറുതാണെങ്കിൽ പോലും നല്ലൊരു വരുമാനമില്ലാത്തൊരവസ്ഥ പലർക്കുമുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, തൊഴിലിലൊക്കെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. നമ്മൾ എത്ര നല്ല രീതിയിൽ ജോലി ചെയ്താലും അതിനൊത്തൊരു ഫലം ലഭിക്കാതിരിക്കുക, പലർക്കും അപ്രതീക്ഷിതമായിട്ട് ജോലിയിൽ നിന്ന് ഒന്ന് പിരിഞ്ഞു പോകേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ ജോലി വിട്ടുമാറി നിൽക്കേണ്ട ഒരു അനുഭവം, അവസ്ഥയൊക്കെയുണ്ട്. കർമ്മരംഗത്തൊക്കെ കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ഒക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ. സ്വന്തമായൊരു തൊഴിൽ, ചെറുതാണെങ്കിലും ഒരു തൊഴിലോ ബിസിനസ്സോ ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചും ഒരുപാട് പ്രശ്നങ്ങൾ, പ്രയാസങ്ങളാണ് ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരുന്നത്. മേടം രാശിക്കാരെ സംബന്ധിച്ച് അതാണ് ആദ്യം ഒറ്റ വാക്കിൽ പറഞ്ഞത്, മനസ്സിനൊരു സമാധാനം, സുഖം, സ്വസ്ഥത ഇല്ലാത്തൊരനുഭവം. അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നത്. ചിലർക്ക് ഈ പറഞ്ഞ പ്രകാരം ജോലിയാണെങ്കിൽ, മറ്റു ചിലർക്ക് കടബാധ്യത അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, ദാമ്പത്യപരമായ കാര്യങ്ങൾ, ഇങ്ങനെ പല തരത്തിലുള്ള ഒരു മാനസിക വ്യതകളിൽ കൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റത്തോടുകൂടി ഇതിനൊക്കെ ഒരു മാറ്റമുണ്ടായി ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾക്ക് വ്യാഴം കർക്കിടകത്തിൽ ഉച്ചസ്ഥനാകുമ്പോൾ അത് 4-ാം ഭാവമായ സുഖസ്ഥാനം, കേന്ദ്രസ്ഥാനമായിട്ട് വരികയും നിങ്ങളുടെ ജീവിതത്തിൽ അത്രത്തോളം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന എല്ലാ പ്രയാസങ്ങളും, പ്രശ്നങ്ങളും, പ്രതിസന്ധികളും വിട്ടുമാറി മനസ്സമാധാനം, സുഖം, സന്തോഷം, ആത്മവിശ്വാസം നൽകുന്ന നല്ല നല്ല അനുഭവങ്ങളുണ്ടാകും. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ കഷ്ടതകൾക്കും ബുദ്ധിമുട്ടുകൾക്കും മാറ്റമുണ്ടാകും. അപ്രതീക്ഷിതമായ ധനവരുമാനം വന്നു ചേരുക. നിങ്ങളെ സംബന്ധിച്ച് വിദേശ ജോലിക്കുള്ളൊരവസരം, ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തിലൊക്കെ നല്ല മാറ്റങ്ങൾ, അതുപോലെ സ്വന്തമായ ഭൂമി, ഗൃഹം, വാഹനത്തിനുള്ള യോഗങ്ങൾ, അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ 2026 വ്യാഴം മാറുന്നതോടുകൂടി സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തെ മൂടിക്കെട്ടിയിരുന്ന കാർമേഘം പൂർണ്ണമായി വിട്ടുമാറി ഈശ്വരാനുഗ്രഹം വന്നു ചേരുകയും അപ്രതീക്ഷിതമായ ഭാഗ്യം, നന്മകൾ ഓരോ മേടം രാശിക്കാർക്കും അനുഭവത്തിൽ വരികയും ചെയ്യും. ശരീരത്തിനെ അലട്ടിയിരുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ പൂർണ്ണമായി വിട്ടുമാറും. മാനസികമായും ശാരീരികമായും ഒരു സുഖം, സമാധാനം, സന്തോഷം, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ഭാഗ്യാനുഭവം എന്ന് പറയുന്നത് തന്നെയാണ് ഈശ്വരാനുഗ്രഹം. അത്രത്തോളം സമയം നിങ്ങളെ സംബന്ധിച്ച് അനുകൂലമാണ് മുന്നോട്ട്. അതുകൊണ്ട് നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും അതിലൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ മുന്നോട്ടുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയും നിങ്ങളുടെ ജീവിത ഉയർച്ചയുടെ ഒരു കാലഘട്ടമായിട്ട് 2026 വ്യാഴമാറ്റം അനുഭവത്തിൽ വരികയും ചെയ്യും. ആദ്യം പറഞ്ഞ പ്രകാരം ആഗ്രഹമുള്ള വ്യക്തികൾക്ക് ഈ സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മേടം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും വ്യാഴമാറ്റം നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനം രാശിക്കാരായ മകയിരം, തിരുവാതിര, ഉണർതം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യാഴമാറ്റം അത്യുത്തമമാണ്. വ്യാഴം നിങ്ങൾക്ക് 2-ാം ഭാവത്തിൽ ധനസ്ഥാനത്തേക്കാണ് വരുന്നത്. കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് 2-ാം ഭാവമായിട്ടുള്ള ധനസ്ഥാനമായിട്ടാണ് വരുന്നത്. ഈ ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളുടെ ഒരു സമയമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി മിഥുന രാശിക്കാരെ സംബന്ധിച്ച് പലരും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്. പ്രത്യേകിച്ച് കണ്ടകശനി കൂടെ നടക്കുന്നത് കൊണ്ട് ശനി 10-ാം ഭാവമായ കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഒരു സമയമായതിനാൽ മിഥുനരാശിയിൽപ്പെട്ട പലർക്കും ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ വരുന്നത് കർമ്മസംബന്ധമായിട്ടാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നല്ല മാറ്റങ്ങളോ ഗുണഫലങ്ങളോ നേട്ടങ്ങളോ ലഭിക്കുന്നില്ല. പലർക്കും അപ്രതീക്ഷിതമായി ആ ജോലി നഷ്ടപ്പെട്ട അനുഭവം, അല്ലെങ്കിൽ മറ്റൊരു ജോലിക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ ജോലിക്ക് ശ്രമിച്ചാൽ നല്ല ഒരു റിസൾട്ട്, ഒരു ഫലം ലഭിക്കാതിരിക്കുന്ന ഒരനുഭവം. സ്വന്തമായി തൊഴിൽ, ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും അതിലൊക്കെ പലതരത്തിലുള്ള തടസ്സങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ വിദേശ ജോലി, വിദേശവാസമൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അതിനൊക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ട്. സ്വന്തമായൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്ന പലർക്കും അതിലൊന്നും പ്രതീക്ഷിക്കുന്ന വരുമാനമോ മറ്റു കാര്യങ്ങളോ ലഭിക്കുന്നില്ല. അങ്ങനെ കർമ്മസംബന്ധമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ശനി മിഥുനരാശിക്കാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ലഭിക്കേണ്ടിയിരുന്ന ജോലി പോലും നമുക്ക് ലഭിക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ ജോലി ഉണ്ടെങ്കിൽ അതിൽ പ്രതീക്ഷിക്കുന്ന ഒരു മുന്നേറ്റവും ലഭിക്കുന്നില്ല. ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കർമ്മസംബന്ധമായ ബുദ്ധിമുട്ടും
വ്യാഴമാറ്റത്തോടുകൂടി വിട്ടുമാറും. കാരണം വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾ മിഥുന രാശിക്കാരെ സംബന്ധിച്ച് 10ാം ഭാവമായ കർമ്മസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ്. അപ്പോൾ ആ ഗ്രഹം നിങ്ങൾക്ക് കർക്കിടകത്തിലേക്ക് വരുമ്പോൾ അത് 2ാം ഭാവമായ ധനസ്ഥാനമായിട്ട് വരുന്നു. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കർമ്മസംബന്ധമായ പ്രയാസങ്ങൾ, തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി കർമ്മത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ഉയർച്ച ലഭിക്കുക, പുതിയ ജോലി ലഭിക്കുക, ജോലിയിൽ നല്ല മുന്നേറ്റം, മാറ്റം, ആഗ്രഹിച്ച പദവി ഉയർച്ച, ഇടം മാറ്റം, സ്ഥാനമാറ്റം ഒക്കെ വന്നു ചേരുക, സ്വന്തം കർമ്മം മൂലം ധാരാളം പണം വന്നു ചേരുന്ന അനുഭവം, ധനപരമായ മുന്നേറ്റം, സാമ്പത്തിക ഉയർച്ച ലഭിക്കുക, ഇതൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ ലഭിക്കും. 2ാം ഭാവമായ ധനസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളുടെ ഇടങ്ങളിൽ നിന്നൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരും. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറുന്ന ഏറ്റവും നല്ലൊരു സമയമാണ് മുന്നോട്ട് മിഥുന രാശിക്കാർക്ക് ആരംഭിക്കുവാനുള്ളത്. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ, പലരുടെയും കുടുംബത്തിൽ വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ, ഗൃഹപ്രവേശം പോലെയുള്ള മംഗളകാര്യങ്ങൾ, ഇതൊക്കെ അനുഭവത്തിൽ വരുന്ന ഒരു സമയവുമാണ്. അതുപോലെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ നിലനിന്നിരുന്ന പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വിട്ടുമാറി സ്വന്തം ബന്ധങ്ങളുമായി ഒന്നിച്ചു ചേരുവാനുള്ള അവസരം ഈ ഒരു സമയത്ത് വന്നു ചേരും. മംഗളകരമായിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയം. മിഥുനരാശിയിൽപ്പെട്ട നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവർ നല്ല വിലയും മതിപ്പും നൽകുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ പോലും അതൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചവരാണ്, മാനസികപരമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച വ്യക്തികളാണ്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ വാക്കിനെ അതേ നല്ല രീതിയിൽ മതിപ്പോടുകൂടി മറ്റുള്ളവർ ആ ഒരു വില നൽകുന്ന, ഒരു ബഹുമാനം നൽകുന്ന സമയത്തിൻ്റെ ആരംഭവുമാണ്. എല്ലാ തരത്തിലും മിഥുനരാശിക്കാർക്ക് സമയം ഉത്തമമാണ്. പ്രത്യേകം എടുത്തു പറയുവാനുള്ളത്, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ദാമ്പത്യ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മിഥുനരാശിയിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രം ജനിച്ചവർ അനുഭവിക്കുന്നുണ്ട്. ചിലർക്ക് വിവാഹം കഴിഞ്ഞു, പക്ഷേ ദമ്പതികൾ തമ്മിൽ എന്തെങ്കിലും കാര്യകാരണങ്ങൾ കൊണ്ട് വേർപിരിഞ്ഞ് കഴിയേണ്ട അവസ്ഥ, അതുപോലെ അപ്രതീക്ഷിതമായിട്ടൊരു വിവാഹ മോചനത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്നവർ, അങ്ങനെ ദാമ്പത്യപരമായിട്ടൊരു സ്വസ്ഥത, ഒരു സമാധാനക്കുറവ് പലർക്കും അനുഭവത്തിലുണ്ട്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു വ്യാഴമാറ്റത്തോടുകൂടി ദാമ്പത്യ കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും. വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്ന ദമ്പതികൾക്ക് ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള അവസരം, ഭാഗ്യം വന്നു ചേരും. വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതൊക്കെ സ്വയം അവരവർക്ക് തന്നെ പരിഹരിച്ച് ഒരു മൂന്നാമതൊരാളുടെ ഇടപെടലില്ലാതെ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് ആ ദാമ്പത്യ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. അതുപോലെ വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന കാലതാമസം, തടസ്സങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്ന സമയമാണ്. അതുപോലെ പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നല്ലൊരു ബന്ധം ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരും. 2026 വ്യാഴമാറ്റം മിഥുന രാശിക്കാരെ സംബന്ധിച്ച് കർമ്മസംബന്ധമായ എല്ലാ തടസ്സങ്ങളും വിട്ടുമാറും. ദാമ്പത്യ കുടുംബജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. അനുയോജ്യമായ മംഗല്യഭാഗ്യം, സാമ്പത്തികപരമായ നേട്ടങ്ങളാണ് പ്രധാനമായി എടുത്തു പറയേണ്ടത്. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വന്നു ചേരുന്നതാണ്. ഈ ഒരു സമയത്തിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും നല്ല കാലഘട്ടമാണ്. വ്യാഴമെന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രമേൽ അത്യുത്തമനായ ഗ്രഹമാണ്. ആ ഗ്രഹം 2ാം ഭാവമായ കുടുംബം, വാക്ക്, ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടം മിഥുന രാശിക്കാർക്ക് എല്ലാ തരത്തിലും ഉത്തമമായ സമയമാണ്. ഈ ഒരു സമയം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മിഥുന രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും മുന്നോട്ട് ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു സമയം ആരംഭിക്കുകയാണ്. വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമനായിട്ടുള്ള ഗ്രഹമാണ്. ആ ഗ്രഹം നിങ്ങളുടെ ജന്മരാശിയിലേക്ക് വരുന്ന കാലഘട്ടമാണ്. വ്യാഴം നിങ്ങളുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും വിട്ടുമാറുന്ന സമയം. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ നെഗറ്റീവുകളും പൂർണ്ണമായി മാറുന്നു എന്നുള്ളതാണ്. വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം തന്നെ രണരോഗ ശത്രുസ്ഥാനത്തിൻ്റെ അധിപതിയാണ്. അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായി മാറ്റി സാമ്പത്തികപരമായ മുന്നേറ്റം, ധനവരവ് കൊടുക്കുന്ന ഗ്രഹം.
എത്ര വലിയ കടബാധ്യതകളോ പ്രയാസങ്ങളിൽ കൂടിയോ കടന്നു പോകുന്ന ഒരു കർക്കിടകം രാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഈ വ്യാഴമാറ്റത്തോടുകൂടി അതിലൊരു വലിയ മാറ്റമുണ്ടായി നിങ്ങൾക്ക് സാമ്പത്തികപരമായ മുന്നേറ്റം ലഭിക്കും. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു സാമ്പത്തിക ഉയർച്ച ലഭിച്ച് ജീവിതത്തിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള അടിത്തറ നൽകുന്ന ഒരനുഭവം ഉണ്ടാകും. ഒരുപാട് നല്ല മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ രോഗദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്ന ഗ്രഹമാണ് വ്യാഴം. ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി പണം മുടക്കി ഒരു ബുദ്ധിമുട്ട് അനുഭവത്തിൽ വരുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ആരോഗ്യം പൂർവ്വസ്ഥിതിയിലെത്തുന്ന സമയമാണ്. ശരീരത്തിന് പുത്തനുണർവും ഉന്മേഷവും ആരോഗ്യവും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ നടത്തി വരുന്ന ചികിത്സകൾ പൂർണ്ണ ഫലത്തിൽ ലഭിക്കുന്ന സമയമാണ്. രോഗദുരിതങ്ങളിൽ നിന്ന് പൂർണ്ണ മുക്തി ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കും. അതുപോലെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുതകൾ, ഇപ്പോൾ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ ജോലി ചെയ്യുന്നിടത്തിലൊക്കെ നിങ്ങളെ ഒരു ശത്രുവായിട്ട് കണ്ട് നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ശത്രുതാ മനോഭാവത്തോടു കൂടി ഏതെങ്കിലും വ്യക്തികൾ പെരുമാറുന്നുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സുഖം, സമാധാനം നൽകുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ കോടതി കേസ് അങ്ങനെ ഏതെങ്കിലും വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറുക. പലതും നിങ്ങൾക്ക് അനുകൂലത്തിൽ വരിക, അതിൽ നിന്നൊക്കെ ഒന്ന് മോചിതരായി മുന്നോട്ട് പോകുന്ന കാലഘട്ടമാണ്. ഇപ്പോൾ ജീവിതത്തിലെ എല്ലാ നെഗറ്റീവുകളും ഈ ഒരു സമയത്തോടുകൂടി മാറി നിങ്ങൾക്ക് മാനസികമായും ശാരീരികമായും സാമ്പത്തികപരമായിട്ടും ഒരു ഉയർച്ച, നന്മകൾ ലഭിക്കുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. അപ്രതീക്ഷിതമായിട്ട് ഭാഗ്യം നൽകുന്ന ഗ്രഹവുമാണ് വ്യാഴം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ആരെങ്കിലും ഒരു സർക്കാർ സർവീസിലേക്കൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ജോലിയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം ലഭിക്കും. അതുപോലെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തിലൊക്കെ നല്ല ഉയർച്ച, വിദേശ ജോലി ഭാഗ്യം, അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരും. ഭാഗ്യമെന്ന് പറയുന്നത് പലർക്കും പലതരത്തിലായിരിക്കും. ചിലർക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നത്, മറ്റു ചിലർക്ക് സാമ്പത്തികപരമായി അപ്രതീക്ഷിത ഉയർച്ച ലഭിക്കുക, ആരോഗ്യപരമായ മുന്നേറ്റം ലഭിക്കുക, ദാമ്പത്യ കുടുംബജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുക, അനുയോജ്യമായ മംഗല്യ ഭാഗ്യം വന്നു ചേരുക, ഇങ്ങനെ പലതരത്തിലാണ്. അതുപോലെ കാലാകാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന സ്വന്തമായ ഒരു ഭൂമി, വീട് എന്നൊക്കെയുള്ള സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സമയം. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളാണ് കർക്കിടകം രാശിക്കാർക്ക് ഈ ഒരു സമയം, ഈ ഒരു വ്യാഴമാറ്റത്തോടുകൂടി അനുഭവത്തിൽ ലഭിക്കുന്നത്. കർക്കിടകം രാശിയിൽ വരുന്ന സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് അത്രത്തോളം മാറ്റങ്ങളാണ് ലഭിക്കുക. നിങ്ങളുടെ ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുന്ന കാലഘട്ടമാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് പലർക്കും പലതരത്തിലായിരിക്കും. ജീവിതത്തിൽ ഓരോ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, അതൊക്കെ പൂർത്തീകരിക്കാൻ തക്ക തരത്തിൽ നല്ല നല്ല അവസരങ്ങൾ വന്നു ചേരുക. നിങ്ങളുടെ കഴിവിന് അനുസരിച്ച് അത്രമേൽ ഗുണഫലങ്ങൾ ലഭിക്കുക. ഒരു 10% നിങ്ങൾ പരിശ്രമിച്ചാൽ 100% ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ആരംഭിച്ചിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ ഈ ഒരു സമയത്ത് സാധിക്കും. ഇപ്പോൾ കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് അത്രമേൽ സമയം വളരെ ഉത്തമമാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ വ്യാഴമാറ്റം ശക്തമായിട്ട് നിങ്ങളെ സ്വാധീനിക്കും. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഭാഗ്യങ്ങൾ, നന്മകളൊക്കെ വന്നു ചേരും. അത് വ്യക്തിപരമായ ജീവിതത്തിലും കർമ്മമേഖലയിലും ദാമ്പത്യ ജീവിതത്തിലുമൊക്കെ നിങ്ങൾക്ക് ആ ഒരു നേട്ടം, മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് കാണുവാനും സാധിക്കുന്നതാണ്. ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു സമയം അവരവരുടെ ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാം. അത് വളരെ ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ഈ ഒരു വ്യാഴമാറ്റത്തോടുകൂടി കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുപാട് നന്മകളുണ്ടായി എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറി സർവൈശ്വര്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകർക്ക് സമയം വളരെ അനുകൂലമാണ്. പൊതുവെ വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾക്കൊരു പാപഗ്രഹമാണ്. കന്നിരാശിക്കാർക്ക് വ്യാഴം ഗുണഫലങ്ങൾ നൽകുന്ന ഒരു ഗ്രഹമല്ല. എന്നാൽ എന്തുകൊണ്ട് ഈ ഒരു വ്യാഴമാറ്റം നിങ്ങൾക്ക് ഇത്രയും ശുഭമാണ്, ഏറ്റവും നേട്ടങ്ങൾ നൽകുന്നതാണ് എന്ന് പറയുന്നതിന് അടിസ്ഥാന കാരണം വ്യാഴം നിങ്ങൾക്ക് രാശിയുടെ 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ്. 11ാം ഭാവം എന്ന് പറയുന്നതാണ് ഉപജയസ്ഥാനങ്ങളിലെ സർവ്വശ്രേഷ്ഠമായ ഭാവം, സ്ഥാനം. ഈ സ്ഥാനങ്ങളിൽ രാശിക്ക് പാപനായിട്ടുള്ള ഗ്രഹം സഞ്ചരിക്കുമ്പോൾ ആ ഗ്രഹത്തിൻ്റെ പാപത്വം പൂർണ്ണമായി നഷ്ടപ്പെടുകയും ആ ഗ്രഹം എന്ത് പാപഫലങ്ങൾ, ദോഷങ്ങളാണോ നൽകേണ്ടത് അതിന് നേർ വിപരീത ഫലം, ഓപ്പോസിറ്റ് ഫലം നൽകുമെന്നുള്ളതുമാണ് ശാസ്ത്രം. അത്രമേൽ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ഈ ഒരു 7 രാശിക്കാരെ വെച്ച് നോക്കുമ്പോൾ കന്നിരാശിക്കാർക്ക് സർവ്വശ്രേഷ്ഠമായ ഫലങ്ങളാണ് ഈ ഒരു വ്യാഴമാറ്റം നൽകുന്നത്.
പൊതുവേ ഈ ഒരു വ്യാഴമാറ്റത്തോടു കൂടി നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത് സുഖാനുഭവങ്ങളാണ്. മാനസികവും ശാരീരികവുമായും സാമ്പത്തികമായിട്ടുമൊക്കെ നല്ല നേട്ടങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയം. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ പല പുതിയ കാര്യങ്ങൾ, പുതിയ സംരംഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുവാൻ പറ്റുന്ന സമയം. ചിലരെ സംബന്ധിച്ച് പുതിയൊരു ഓഫീസ് ആരംഭിക്കുക, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുക, പുതിയ തൊഴിൽ മേഖലയിലേക്ക് എത്തുക, ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കർമ്മത്തിലൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഈശ്വരൻ നൽകുന്ന ഒരു സമയമാണ്. സാമ്പത്തികപരമായിട്ട് വളരെയധികം മാറ്റങ്ങളാണ് നിങ്ങളിലേക്ക് ഈ ഒരു സമയത്ത് വന്നു ചേരുന്നത്. ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ മാറ്റം ലഭിക്കും. ശരീരത്തിന് പുത്തൻ ഉണർവും ആരോഗ്യവും ഒക്കെ ലഭിച്ച് മുന്നോട്ട് പോകുന്ന കാലഘട്ടം. അതുപോലെ കന്നിരാശിക്കാരെ സംബന്ധിച്ച് മാതാവ്, മാതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയം. മാതാവിൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ വിഷമതകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറി മാതാവിൻ്റെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം വന്നു ചേരുന്ന കാലഘട്ടവുമാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു വ്യാഴമാറ്റത്തോടു കൂടി പലർക്കും സ്വന്തമായിട്ട് ഒരു ഗൃഹം, ഒരു വീട് ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ ഗൃഹനിർമ്മാണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആരംഭിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നില്ല. ഒരു തറ കെട്ടി ഇട്ടിരിക്കുന്നു, പക്ഷേ ആ വീട് പണി മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ടുള്ള ധനം ലഭിക്കുന്നില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിച്ച് ഗൃഹപ്രവേശം വരെ നടത്തുവാൻ യോഗമുള്ള സമയമാണ്. അതൊക്കെ സാധിക്കും. അതിനുള്ള ഒരു പണം, ഒരു ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന അനുഭവവും ഉണ്ടാകും. അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ, മാറ്റങ്ങളാണ് കന്നിരാശിക്കാർക്ക് അനുഭവത്തിൽ ലഭിക്കുക. അതുപോലെ തന്നെ പ്രധാനമായിട്ടും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിലും ഈ ഒരു വ്യാഴമാറ്റം ഒരുപാട് നേട്ടങ്ങൾ നൽകും. ജീവിത പങ്കാളിയിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ, മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും. ജീവിത പങ്കാളിയിൽ നിന്ന്, അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ ആ ഒരു പൂർവിക വഴി ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, അഭിപ്രായ വ്യത്യാസങ്ങളുമായി മുന്നോട്ട് പോകുന്നവരാണ്. അത്ര ഒരു സ്വരച്ചേർച്ചയില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമാണെങ്കിൽ പോലും ഈ വ്യാഴമാറ്റത്തോടു കൂടി നിങ്ങളുടെ ഇടയിലുള്ള പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് തന്നെ പരസ്പരം സംസാരിച്ച് പരിഹരിച്ച് നല്ല രീതിയിൽ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകുവാനുള്ള ഈശ്വരാനുഗ്രഹം ലഭിക്കും. ഒരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുന്ന സമയമാണ്. ദമ്പതികളുടെ ഇടയിൽ നിലനിന്നിരുന്ന പല പ്രയാസങ്ങളും വിട്ടുമാറും. അതുപോലെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന കാലതാമസങ്ങൾ, തടസ്സങ്ങൾ വിട്ടുമാറി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള, നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ളൊരു വ്യക്തിയെ, ഒരു ജീവിത പങ്കാളിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന സമയം. പുനർവിവാഹത്തിന് ശ്രമിക്കുന്ന കന്നിരാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ പുനർവിവാഹത്തിനും സമയം വളരെ വളരെ അനുകൂലമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വ്യാഴമാറ്റത്തോടു കൂടി അപ്രതീക്ഷിതമായൊരു സാമ്പത്തിക മുന്നേറ്റം ലഭിക്കും. അത് നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ തീരെ പ്രതീക്ഷിക്കാത്ത പല ഇടങ്ങളിൽ നിന്ന് നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുക. അങ്ങനെ പണം സംബന്ധിച്ചിട്ടുള്ളൊരു മാറ്റവും നിങ്ങൾക്കുണ്ടാകും. കഴിഞ്ഞ കാലഘട്ടങ്ങൾ നോക്കുമ്പോൾ പലർക്കും പലരുടെ കയ്യിൽ നിന്ന് പല രീതിയിൽ പണം നഷ്ടപ്പെട്ട അനുഭവം ഉണ്ടാകും. നമ്മളൊരു ശുഭകാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് നല്ല ഒരു ഗുണഫലം നൽകുന്ന ഒരു കാര്യത്തിനെന്ന് പറഞ്ഞ് പണം നമ്മൾ ആർക്കെങ്കിലും കൊടുത്തു, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ചിലവഴിച്ചാൽ പോലും അതൊക്കെ ഒരു പാഴ്ചിലവായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം, കൊടുത്ത പണം തിരിച്ച് ലഭിക്കാത്ത അനുഭവമൊക്കെ പലർക്കുമുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടുമാറി ആ ചിലവുകൾ പൂർണ്ണമായി മാറുന്ന സമയമാണ്. നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള പണം നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ തിരിച്ചു വരുന്നൊരു കാലഘട്ടം. നിങ്ങൾ കൊടുത്ത കഴിഞ്ഞ പണം ഇനി തിരിച്ച് കിട്ടില്ല എന്ന് ഉറപ്പിച്ച പണം പോലും നിങ്ങളുടെ കൈകളിലേക്ക് അത് തിരിച്ചു വരും. സാമ്പത്തികപരമായിട്ടുള്ള മുന്നേറ്റം, ഒരു ഉയർച്ച ലഭിക്കുന്ന കാലഘട്ടമാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ മാറ്റമുണ്ടാകും. ചെറുതാണെങ്കിൽ പോലും നിങ്ങൾക്കും ഒരു സമ്പാദ്യം ലഭിക്കുന്ന സമയം. ഒരു 10% നിങ്ങൾ ശ്രമിച്ചാൽ 100% ഈശ്വരൻ ഫലം നൽകുന്ന സമയമാണ്. പലതരത്തിലുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുൻപിൽ വരും. അവസരങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുവാനുള്ള ഒരു ഈശ്വര അനുഗ്രഹവും കൂടെ ലഭിക്കുമെന്നുള്ളതാണ്. 2026 വ്യാഴമാറ്റത്തോടു കൂടി കന്നിരാശിയിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച പല വ്യക്തികളുടെയും ജീവിതം തന്നെ മാറിമറിയുന്ന തരത്തിൽ നല്ല നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും. അപ്രതീക്ഷിത വിജയം, നന്മകൾ, നേട്ടങ്ങൾ, മാറ്റങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ധൈര്യമായി മുന്നോട്ട് പോകാം. ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അതിലൊക്കെ ശക്തമായിട്ടുള്ള മാറ്റം ലഭിച്ച് ജീവിതത്തിൽ അത്രമേൽ ഉന്നത വിജയമാണ് ഓരോ കന്നിരാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്കും അനുഭവത്തിൽ വരുന്നത്.
ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ ജനനജാതകം പരിശോധിച്ച് ജാതകവശാലുള്ള സ്ഥിതി കൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കന്നിരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ വ്യാഴമാറ്റത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ ശ്രേഷ്ഠമായ ഗുണഫലങ്ങൾ, ഐശ്വര്യങ്ങൾ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുവർണകാലം എന്ന് പറയാവുന്നതാണ് ഈ വ്യാഴമാറ്റം നൽകുന്നത്. വ്യാഴം നിങ്ങൾക്ക് 9ാം ഭാവമായ ഭാഗ്യസ്ഥാനത്ത് വരുന്ന സമയമാണ്. ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ, ഗുണാനുഭവങ്ങൾ, നേട്ടങ്ങൾ, നന്മകൾ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഈശ്വരൻ 100% പൂർണ്ണ വിജയം നൽകുന്ന സമയമാണ്. ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന മാനസിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ ഒക്കെ വിട്ടുമാറും. വൃശ്ചികം രാശിയിൽപ്പെട്ട പലരെയും സംബന്ധിച്ച് ഇപ്പോൾ മനസ്സിന് യാതൊരു സമാധാനവും സുഖവും ഇല്ലാത്ത അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരാണ്. ഓരോ ദിവസവും നോക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ മനസ്സിനെ അലട്ടുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഒരു പ്രശ്നത്തിനെ നമ്മൾ പരിഹരിച്ച് തീർത്തു എന്ന് തോന്നുമ്പോൾ മറ്റൊരു പ്രശ്നം വന്നു ചേരുക, അതുമൂലം മാനസികവും ശാരീരികവും സാമ്പത്തികവുമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവത്തിൽ വരിക. ഈ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട ഭൂരിഭാഗം വ്യക്തികളും. ഒരു നല്ല കാര്യത്തിനെന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ പോലും അതുപോലും ഗുണപ്രദമാകുന്നില്ല. ഏത് കാര്യങ്ങൾക്കും തടസ്സം, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ. ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു വലിയ മാറ്റമാണ് നിങ്ങൾക്ക് വ്യാഴമാറ്റം നൽകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം വരും, ഭാഗ്യം വരും. ഭാഗ്യമെന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലായിരിക്കും. ചിലരെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലിയിലുള്ള അല്ലെങ്കിൽ ബിസിനസ്സിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ വിട്ടുമാറുക, അതൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അതിൽ കൂടെ ധാരാളം ഒരു ധനവരവ്, സാമ്പത്തിക ഉയർച്ച വന്നു ചേരുക. ജീവിതത്തിൽ അനുഭവിക്കുന്ന മനപ്രയാസങ്ങളോ ശാരീരിക ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ വിട്ടുമാറുക, അതിലും ഒരു മാറ്റം ലഭിക്കുന്ന ഒരു സമയം. അങ്ങനെ മാനസികവും ശാരീരികവുമായിട്ടൊരു സുഖം, സമാധാനം ലഭിക്കും. പിതാവ്, പിതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് ചില നേട്ടങ്ങൾ, നന്മകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും. പൂർവിക വഴിയിൽ ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ലഭിക്കുന്ന ഒരു സമയം. പൂർവിക വഴിയിലുള്ളവരുടെ ഒരു അനുഗ്രഹം ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരുകയും ചെയ്യും. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടൊരു സാമ്പത്തിക നേട്ടമുണ്ടാകും. കാരണം വ്യാഴം ധനകാരകനാണ്. ധനകാരകൻ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും നമ്മുടെ കൈകളിലേക്ക് പണം വന്നു ചേരുക. ഈ ഒരു സമയം വൃശ്ചികം രാശിയിൽപ്പെട്ട പലർക്കും ഈ ലോട്ടറി പോലെയുള്ള ചില ഭാഗ്യങ്ങൾ ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരാം. അതുപോലെ പൂർവിക വഴിയിലും പിതൃസ്ഥാനത്തുള്ളവരിൽ നിന്നുമൊക്കെ ഒരിക്കലും നമുക്ക് ലഭിക്കില്ല എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ലഭിക്കുന്ന സമയം. ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ഭൂമി ലാഭം ഈശ്വരൻ നൽകുന്ന ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടത്തിൽ. സ്വന്തമായി ഭൂമി, ഗൃഹത്തിന് ഒക്കെയുള്ള യോഗം. അതുപോലെ ഭൂമി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒരു ഭൂമി വിൽക്കാനുണ്ട്. ഇത്രയും നാൾ ശ്രമിച്ചു, അത് നടന്നില്ല. ആ ഭൂമി വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് എന്തെങ്കിലുമൊക്കെ കടബാധ്യതകളൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഭൂമി വിൽക്കുവാനുള്ള ഒരു യോഗമുള്ള സമയം. അതിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ട് ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ വാക്കിന് തന്നെ ഒരു മറ്റുള്ളവർ നല്ലൊരു വില നൽകുന്ന സമയമാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് അവരവരുടെ സന്താനങ്ങൾക്ക്, കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്തു നൽകുവാൻ സാധിക്കും. അവരുടെ ഉയർ വിദ്യാഭ്യാസത്തിന്, ഉപരിപഠനത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു നൽകാൻ സാധിക്കും. അതുപോലെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിങ്ങളുടെ കുട്ടികളുടെ വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന തടസ്സങ്ങളും പ്രയാസങ്ങളും വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു മംഗല്യ ഭാഗ്യം, ഒരു വിവാഹ യോഗം ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ സന്താന ഭാഗ്യം, വിവാഹം കഴിഞ്ഞ് കുറച്ച് കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരൻ സന്താന ഭാഗ്യം നൽകുന്ന സമയം. അതിനുവേണ്ടി നടത്തി വന്നിരുന്ന ചികിത്സകളൊക്കെ പൂർണ്ണ ഫലത്തിൽ ലഭിക്കുകയും ചെയ്യും. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴമാറ്റത്തോടുകൂടി നിങ്ങളുടെ കുട്ടികളാൽ നിങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ വരുന്ന സമയമാണ്. ഒരുപാട് കാലങ്ങളായി വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്ന മാതാപിതാക്കൾ കുട്ടികളുമായി വേർപിരിഞ്ഞ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ആ കുട്ടികളുമായി ഒന്നിച്ച് ഒരിടത്ത് ജീവിക്കാനുള്ള അവസരമുണ്ടാവുക. അതുപോലെ കുട്ടികളാൽ നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന നല്ല നല്ല കാര്യങ്ങൾ അനുഭവത്തിൽ വരിക. പല മാതാപിതാക്കൾക്കും ഈ ഒരു വ്യാഴമാറ്റത്തോടുകൂടെ അവരവരുടെ സന്താനങ്ങളിൽ നിന്ന്
അവരവരുടെ മനസ്സിന് സന്തോഷം നൽകുന്ന പലതരത്തിലുള്ള നല്ല നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന സമയവും അതുപോലെ നിങ്ങളാൽ നിങ്ങളുടെ കുട്ടികളുടെ ജീവിത ഉയർച്ചയ്ക്ക് അടിസ്ഥാനം നൽകുന്ന തരത്തിൽ പല നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു നൽകുവാനും സാധിക്കും. അത്രമേൽ സമയം വളരെ വളരെ അനുകൂലമാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈശ്വരൻ എല്ലാവിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളും നന്മകളും നൽകും. അത് ആരോഗ്യപരമായിട്ടുള്ള ഒരു മാറ്റമാണെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള മാറ്റമാണെങ്കിലും ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് പലരും. ചിലരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളെ അപ്രതീക്ഷിതമായിട്ട് ശരീരത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരിക, കുറച്ച് കാലം ആശുപത്രിയിൽ വസിക്കേണ്ട അല്ലെങ്കിൽ അതിനുവേണ്ടി പണം ചെലവഴിക്കേണ്ട അനുഭവം അവസ്ഥയൊക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വിട്ടുമാറി അനാവശ്യമായ പാഴ്ചിലവുകൾ ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലും ഒരു സ്ഥിരത ലഭിക്കും. ഒരു സാമ്പത്തിക ഉയർച്ച ഉന്നതി വന്നു ചേരുക. ഈശ്വരാനുഗ്രഹം കൊണ്ട് കടബാധ്യതകളാണെങ്കിലും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിലും ഒരു ഉയർച്ചയുടെ കാലഘട്ടമാണ്. ഈശ്വരാനുഗ്രഹം, ഭാഗ്യം ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖ, മനിഴം, തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച ഓരോ വ്യക്തികൾക്കും സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും. ഒരുപാട് നേട്ടങ്ങൾ, ജീവിത ഉയർച്ചകളാണ് ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് നൽകുന്നത് ഓരോരുത്തർക്കും. ഈ ഒരു സമയം ആഗ്രഹമുണ്ടെങ്കിൽ അവരവർക്ക് അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാല സ്ഥിതിയും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകാം. അത് വളരെ ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും ഈ ഒരു വ്യാഴമാറ്റം നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ദാമ്പത്യപരമായിട്ടുള്ള ഒരു നന്മ നൽകുന്ന ഒരു സമയമാണ്. പ്രധാനമായിട്ടും ചന്ദ്രൻ കളത്ര സ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായതുകൊണ്ട് ഈ ഒരു വ്യാഴത്തിൻ്റെ മാറ്റം ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മനപ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ചില മകരം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് ആ ദമ്പതികൾ തമ്മിൽ, ജീവിത പങ്കാളികൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്നവരുണ്ടാകും. വിവാഹം കഴിഞ്ഞ് ഉടനെ തന്നെ ജോലിയുടെ കാര്യം സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളാൽ രണ്ടുപേരും രണ്ടിടങ്ങളിലായിട്ടൊക്കെ വസിക്കേണ്ട അവസ്ഥ ചിലർക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരിടത്ത് താമസിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു ഈശ്വരാനുഗ്രഹം ലഭിക്കുക, ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക, ദാമ്പത്യ കുടുംബജീവിതത്തിൽ നിങ്ങൾക്കൊരു ഐക്യം ഉണ്ടാവുക, ജീവിത പങ്കാളിയിൽ നിന്ന് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, നന്മകൾ ഉണ്ടാവുക, അതുമൂലം ജീവിതത്തിലൊരു സുഖം, സമാധാനം, സന്തോഷം ഇതൊക്കെ ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ, ഒരു കാലത്തിൻ്റെ ആരംഭമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങളും ഈ വ്യാഴമാറ്റത്തോടു കൂടി വിട്ടുമാറും. അത് മകരരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഓരോ തരത്തിലുള്ള മാനസിക വിഷമങ്ങളിൽ കൂടെയോ അല്ലെങ്കിൽ ജീവിത പ്രശ്നങ്ങളിൽ കൂടെയോ കടന്നു പോകുന്നവരായിരിക്കും. അത് എന്തു തന്നെ ആയാലും അതിനൊക്കെ മാറ്റമുണ്ടായി നിങ്ങളുടെ മനസ്സ് ഒന്ന് തെളിയുന്ന സമയമാണ്. നിങ്ങളുടെ മനസ്സിനെ മൂടിക്കെട്ടിയിരുന്ന, കാർമേഘം പോലെ മൂടിക്കെട്ടിയിരുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറി മനസ്സ് തെളിഞ്ഞ് നല്ലൊരു ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം ലഭിക്കത്തക്ക തരത്തിൽ നല്ല നല്ല അനുഭവങ്ങളായിരിക്കും ഈ വ്യാഴമാറ്റത്തോടു കൂടി ഉണ്ടാവുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു മുന്നേറ്റ കാലഘട്ടമെന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാം. അപ്പോൾ നിങ്ങളുടെ ജീവിതം ഒന്ന് മുന്നേറുന്നതിന്, കരകയറുന്നതിനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. പല അവസരങ്ങളും ഈ ഒരു സമയത്ത് വന്നു ചേരും. അവസരത്തിനെയൊക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിന് അത്രമേൽ അടിത്തറ നൽകുന്ന തരത്തിലായിരിക്കും ഓരോ കാര്യങ്ങളും അനുഭവത്തിൽ വരുന്നത്. അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ ഒരുപാട് ചിലവുകൾ വന്നു ചേരുന്ന ഒരു വർഷക്കാലമാണ്. ഈ ചിലവുകളെല്ലാം നിങ്ങൾക്ക് ശുഭച്ചിലവുകളായിട്ടായിരിക്കും മാറുന്നത്. പാഴ്ചിലവുകളൊന്നും ഉണ്ടാകുവാനുള്ള സാധ്യതയില്ല. ഈ ഒരു സമയത്ത് മകരം രാശിയിൽപ്പെട്ട പലർക്കും വിദേശ യാത്ര നടത്തുവാനുള്ള യോഗം, അത് ജോലി സംബന്ധമായിട്ടോ മറ്റു കാര്യകാരണങ്ങൾ കൊണ്ടോ വിദേശ യാത്ര അനുഭവത്തിൽ വരും. കാലാകാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന തീർത്ഥാടന സ്ഥലങ്ങൾ, പുണ്യക്ഷേത്രങ്ങൾ, ഇതുപോലെയുള്ള ഒരു സ്ഥലങ്ങൾ, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള ഭാഗ്യം ഈ ഒരു സമയത്ത് വന്നു ചേരും. പലരെയും സംബന്ധിച്ച് സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങുവാൻ, ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കുവാൻ, വണ്ടി വാഹനങ്ങൾ വാങ്ങുവാനുള്ള യോഗമൊക്കെ ഈ ഒരു വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നൽകും. അപ്പോൾ വ്യാഴമാറ്റത്തോടുകൂടി ഒരുപാട് നേട്ടങ്ങൾ, നന്മകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഈ സെയിൽസ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള യാത്രകൾ ഉണ്ടാവുക, യാത്രകളിൽ കൂടെ നേട്ടം ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ്.
നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ കൂടെയൊക്കെ നല്ല മാറ്റങ്ങൾ, നേട്ടങ്ങൾ ഈ ഒരു സമയത്തുണ്ടാകും. അതുപോലെ തന്നെ സഹോദരങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു വരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ആ സഹോദരങ്ങളുടെ ഇടയിൽ നിലനിന്നിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറി ആ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ കൂടുതൽ ദൃഢതയുണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങളുടെ മുതിർന്ന സഹോദരങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായ ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങളൊക്കെ ലഭിക്കുന്ന ആ ഒരു അനുഭവം ഓരോരുത്തർക്കും വന്നു ചേരും. മകരം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴമാറ്റം പ്രധാനമായിട്ടും ആ ദാമ്പത്യ ജീവിതത്തിലും ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള പല കാര്യങ്ങളായിട്ടും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. അതുപോലെ വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന കാലതാമസം വിട്ടുമാറും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നല്ലൊരു വിവാഹം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷക്കാലമായിരിക്കും. പുനർവിവാഹത്തിന് ശ്രമിക്കുന്നവർക്കും സമയം അത്യുത്തമമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടുള്ളൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയമാണ്. അത്രമേൽ നിങ്ങൾക്ക് ഒരു ഈശ്വരാനുഗ്രഹം കൂടെ ലഭിക്കും. മനസ്സ് തെളിയുന്ന സമയം, മാനസികമായ നല്ല സന്തോഷം, സമാധാനമൊക്കെ ഈ ഒരു സമയത്ത് ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരും. മകരരാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം കേന്ദ്രസ്ഥാനത്ത് 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നിങ്ങൾക്ക് ആ ഒരു ഈശ്വരാനുഗ്രഹം ഒരു മാറ്റം പ്രതിഫലിക്കുകയും ചെയ്യും. ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മറ്റു കാര്യങ്ങൾ കൂടി കൂടുതൽ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമാണ്. പൊതുവെ വ്യാഴത്തിൻ്റെ ഈ ഒരു മാറ്റം നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഒരു നേട്ടവും കൂടെ നൽകും എന്നുള്ളതാണ്. എല്ലാ തരത്തിലും മകരം രാശിക്കാർക്ക് സമയം വളരെ അനുകൂലമാണ്. പരമാവധി ഇതിനെ പ്രയോജനപ്പെടുത്തുക. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മകരരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും വ്യാഴമാറ്റം നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിക്കാരായ പൂരിരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2026 വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്രത്തോളം നിങ്ങൾക്ക് ഗുണഫലങ്ങളാണ് വ്യാഴമാറ്റം നൽകുന്നത്. വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം തന്നെ മീനം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപനാണ്. മീന ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനും. അങ്ങനെയുള്ള വ്യാഴം നിങ്ങൾക്ക് 5-ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്ത്, നിങ്ങൾക്ക് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം ചന്ദ്രനാണ്. ആ ചന്ദ്രൻ്റെ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണ് മീനം രാശിക്കാർ. അത് പൂർണ്ണമായി വിട്ടുമാറുന്ന സമയം. 7-ര ശനിയുടെ ദോഷങ്ങളൊക്കെ വളരെയധികം നിങ്ങളെ വിട്ടുമാറും. അതുപോലെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ശിരസിൽ, തലയിൽ നമുക്ക് താങ്ങാവുന്നതിലും കൂടുതൽ ഭാരം കയറ്റിയാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് മുന്നോട്ട് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാകും. അതുപോലെയുള്ള പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്ന മീനം രാശിക്കാർ ധാരാളമാണ്. നിൽക്കുന്നിടത്ത് അങ്ങനെ നിന്നു പോകുന്ന അവസ്ഥ, മുന്നോട്ട് ഒരടി ചലിക്കാൻ കഴിയാത്ത പോലത്തെ അനുഭവം. അത് മീനം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് പലർക്കും പലതരത്തിലാണ്. സാമ്പത്തികപരം അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട്, അതുപോലെ ചെയ്യുന്ന ജോലി, കർമ്മം സംബന്ധിച്ച്, സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ, അങ്ങനെ പലതരത്തിലൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികപരമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളും മീനം രാശിയിൽ കുറവല്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും നമുക്കൊരു വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. അതുപോലെയുള്ള പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നവരാണ്. പ്രത്യേകിച്ച് 7-ര ശനിയിലെ ജന്മശനി കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികൾ കൂടെ ആകുമ്പോൾ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് പ്രശ്നങ്ങൾ, വളരെ നല്ല രീതിയിലൊക്കെ ജീവിച്ചു വന്ന പലരും ഒരുപാട് ജീവിതത്തിന് താഴെ തട്ടിലേക്ക് വീണുപോയ അവസ്ഥ, സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ, കടബാധ്യതകൾ, കുടുംബത്തിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ദാമ്പത്യ കുടുംബ ജീവിതത്തിലെ വേർപിരിവുകൾ, അപ്രതീക്ഷിതമായി ഉണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളോ, വണ്ടി വാഹന അപകടങ്ങൾ, അതുമൂലമുണ്ടായ സാമ്പത്തിക പ്രയാസങ്ങൾ എന്ന് വേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ, നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ബിസിനസ്സിലൊക്കെ ഉണ്ടായിട്ടുള്ള പാകപ്പിഴകൾ, അതുമൂലം ഉണ്ടായിട്ടുള്ള സാമ്പത്തിക പരാധീനതകളും ഒക്കെ, ചെയ്തുകൊണ്ടിരുന്ന ജോലി അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു മേഖലയിൽ പ്രതീക്ഷിച്ച ഉയർച്ച ലഭിക്കാതിരിക്കുക, നമ്മുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന പല വ്യക്തികളിൽ നിന്ന് അപ്രതീക്ഷിതമായ മോശപ്പെട്ട അനുഭവം, ചതി, വഞ്ചന, അതുമൂലമുണ്ടായിട്ടുള്ള മാനസികവും ശാരീരികവും സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ അനുഭവിക്കുന്ന മീനം രാശിക്കാർ ധാരാളമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റത്തോടുകൂടി എല്ലാത്തിനും മാറ്റമുണ്ടാകും. ഒരുപാട് നല്ല നേട്ടങ്ങൾ, മാറ്റങ്ങൾ വന്നു ചേരും. ഈശ്വരാനുഗ്രഹം ലഭിക്കും. ഇപ്പോൾ മീനം രാശിയിൽപ്പെട്ട ഒരു സ്ത്രീ പുരുഷനെ സംബന്ധിച്ച്, സ്ത്രീ ആയാലും പുരുഷനായാലും, നിങ്ങൾ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അതിനൊരു നല്ല മാറ്റമുണ്ടാകും എന്നുള്ളത് 100% നിങ്ങൾക്ക് ഉറപ്പിക്കാം. അത്രമേൽ ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന സമയമാണ് ഈ ഒരു കാലഘട്ടം. അപ്രതീക്ഷിതമായി ധാരാളം
ധനനേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. പ്രത്യേകിച്ചും ആദ്യം മാറ്റം അനുഭവത്തിൽ വരുന്ന കർമ്മ മേഖലയിലായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന ജോലി, തൊഴിൽ, ബിസിനസ്സിലൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. ഒരുപാട് നാളുകളായി ലഭിക്കാതിരുന്ന പദവി ഉയർച്ച, പദവി മാറ്റം, ഇടം മാറ്റം, സ്ഥാനമാറ്റം, ആഗ്രഹിച്ച ഇടത്തേക്ക് സ്ഥാനമാറ്റമൊക്കെ ലഭിക്കുന്ന സമയം. അതുപോലെ സർക്കാർ സർവീസിലേക്ക് ജോലിക്ക് ശ്രമിക്കുന്ന വ്യക്തികൾ മീനം രാശിയിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ, ലിസ്റ്റിൽ പേരൊക്കെ ഉള്ളവർക്ക് ഈ ഒരു സമയം അതിനുള്ളൊരു ഭാഗ്യം. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശ ജോലി ഭാഗ്യമൊക്കെ ലഭിക്കും. സ്വന്തമായി തൊഴിൽ, ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അതിലൊക്കെ ഉണ്ടായിരുന്ന നഷ്ടകഷ്ടങ്ങളൊക്കെ പരിഹരിച്ച് നല്ലൊരു സാമ്പത്തിക ഉയർച്ച, നേട്ടങ്ങൾ ലഭിക്കുന്ന സമയമാണ്. പ്രധാനമായിട്ടും മീനം രാശിക്കാർക്ക് നിങ്ങളുടെ കുട്ടികളിൽ നിന്ന്, മീനം രാശിക്കാരായ മാതാപിതാക്കൾക്ക് അവരുടെ സന്താനങ്ങളിൽ നിന്ന് നിങ്ങളുടെ മനസ്സ് നിറയുന്ന തരത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ലഭിക്കും. അതുപോലെ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നന്മകൾ, നിങ്ങളുടെ കുട്ടികൾക്ക് ഉയർ വിദ്യാഭ്യാസം, വിദേശ പഠനം, ഉപരിപഠനം, അതുപോലെ തന്നെ അവർക്ക് നല്ല വിവാഹം, സന്താനഭാഗ്യം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു സമയത്ത് ഈശ്വരൻ നൽകുന്ന ഒരനുഭവം വന്നു ചേരും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് മീനം രാശിക്കാർക്ക് കാണുവാനും സാധിക്കും. പൂർവികപരമായിട്ട് ഭൂമിയോ വസ്തുവകകളോ ഒക്കെ ലഭിക്കാനുള്ളവരാണെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ പലർക്കും ഈ ഒരു വർഷക്കാലം 2026 വ്യാഴമാറ്റം, ആ ഒരു വർഷത്തെ വ്യാഴമാറ്റത്തിൽ പലർക്കും സ്വന്തമായി ഭൂമിക്കുള്ള യോഗം, സ്വന്തമായി ചെറുതാണെങ്കിൽ പോലും ഒരു ഗൃഹം, ഒരു വീട് എന്നുള്ള സ്വപ്നമൊക്കെ സാക്ഷാത്കരിക്കപ്പെടും. ഒരു ഗൃഹനിർമ്മാണം, ഗൃഹപ്രവേശമൊക്കെ നടത്തുവാൻ യോഗമുള്ള ഒരു കാലഘട്ടം, സമയമാണ്. മാനസികവും ശാരീരികവുമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ മനസ്സും ശരീരവും തെളിയുന്ന സമയമാണ്. മനസ്സിനെ ബാധിച്ചിരുന്ന എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിട്ടുമാറി മനസ്സമാധാനം, സുഖം, സന്തോഷം അത് നിങ്ങൾക്കും ഈശ്വരാനുഗ്രഹം കൊണ്ട് വന്നു ചേരും എന്നുള്ളത് തീർച്ചയാണ്. എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും. ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാകും. നല്ല രീതിയിലുള്ളൊരു മാറ്റം, ആ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം വീണ്ടും കിട്ടുന്ന കാലം. അങ്ങനെ ആശുപത്രിവാസങ്ങൾ, അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറുകയും ചെയ്യും. കർമ്മസംബന്ധമായിട്ട് ചെയ്യുന്ന ജോലിയിലുമൊക്കെ ഒരു മാറ്റമുണ്ടാകും. മീനം രാശിക്കാരെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരും കുറവല്ല. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അതിലൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം, ഇപ്പോൾ ഒരു ബന്ധത്തിൽ നിങ്ങൾ ഉണ്ട്, പക്ഷേ ആ ബന്ധം തുടർന്ന് കൊണ്ടുപോകുവാൻ സാധിക്കുന്നില്ല. ഒരുപാട് നിങ്ങൾ അതിൽ സഹിച്ചു, ക്ഷമിച്ചു, എന്നിട്ടും നിങ്ങൾക്കതിൽ നിന്ന് വിട്ടുമാറാൻ സാധിക്കുന്നില്ല. എന്തെങ്കിലും കാര്യകാരണങ്ങൾ കൊണ്ട് അതിൽ തന്നെ അകപ്പെട്ട് നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബന്ധത്തിൽ നിന്ന് വിട്ടുമാറി നിങ്ങൾക്ക് നല്ലൊരു ജീവിതം സ്വന്തമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ജീവിക്കുവാനുള്ളൊരു വഴി, ഒരു ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു കിട്ടുകയും, അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുമാറി ആ ദാമ്പത്യ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു വഴിയും ഒക്കെ തെളിഞ്ഞു കിട്ടുന്ന ഒരു സമയമാണ്. അപ്രതീക്ഷിതമായി ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ മീനം രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം നൽകും. ആഗ്രഹമുള്ള വ്യക്തികളെ സംബന്ധിച്ച് ഈ ഒരു സമയം അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. 2026 വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ വലിയ നേട്ടങ്ങൾ, മാറ്റങ്ങളാണ് നൽകുന്നത്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മീനം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ വ്യാഴമാറ്റം അത്യുത്തമമായിട്ടുള്ള യോഗഫലങ്ങൾ നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.